ദിവസവും 14 ദിവസം കൊണ്ട് ഞാൻ ഏകദേശം പല ആളുകളായിട്ട് പല സ്വാമിമാരായിട്ട് പരിചയപ്പെടാനുള്ള ഭാഗ്യം കിട്ടി. അതിൽ ഒരു ആശ്രമത്തിൽ എത്തിയ സമയത്ത് എനിക്ക് അത്ഭുതം തോന്നിയത് നമ്മളല്ല നമ്മളെ കൊണ്ടുപോകുന്നുള്ള ആ പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ, ആ ഒരു പുണ്യഭൂമിയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആരോ നമ്മളെ നയിക്കുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ചെന്ന ഒരു ആശ്രമം, ഒരു അദൃശ്യ ശക്തി, ഒരു അദൃശ്യ ശക്തി. നമ്മൾ ചെന്ന ഒരു ആശ്രമത്തിൽ ഒരു 135 വയസ്സായ ഒരു സ്വാമിയുണ്ട്. അദ്ദേഹം 2 ആളെയും കൂട്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. കാരണം അവർ ഈ സ്വാമിയുടെ ശിഷ്യനെ തേടിയിട്ട് വന്നതാണ്. അവർക്ക് ദീക്ഷ സ്വീകരിക്കണം, അതിന് വേണ്ടിയിട്ടാണ് അവർ വന്നത്. അപ്പോൾ അവരിങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാനിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ട് എനിക്കറിയാം ആശ്രമം എവിടെയായിരുന്നു എന്നുള്ളത്. അപ്പം ഇവർ മലയാളം സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരികയെന്നുണ്ടെങ്കിൽ ഞാൻ കൂട്ടിക്കൊണ്ടായിട്ട് ഇവരെ ആശ്രമത്തിൽ കൊണ്ടാക്കി. അപ്പോൾ അവിടുത്തെ സീനിയർ സ്വാമി, അദ്ദേഹം 135 വയസ്സെന്ന് പറഞ്ഞാൽ, അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തൊക്കെയാണെന്ന്. എന്നോടാണ് സംസാരിക്കുന്നത്, ഇവരോട് സംസാരിക്കുന്നതല്ല. നന്നായി തമിഴ് സംസാരിക്കും, തെലുങ്ക് അറിയാം, കന്നഡ അറിയാം, പിന്നെ ഫ്രഞ്ച്, പോർച്ചുഗീസ് ഇതൊക്കെ അറിയാം. കാരണം ഞാൻ അവിടെ ഇരിക്കുന്ന സമയത്ത്, ഫോറിനേഴ്സ് വരുന്ന സമയത്ത് ഇദ്ദേഹം ഈസി ആയിട്ടാണ് സംസാരിക്കുന്നത്. കാരണം എത്രയോ വർഷത്തെ പരിചയമുള്ള പോലെയാണ് ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ എന്നോട് തമിഴിലും ഇംഗ്ലീഷിലാണ് എന്നോട് സംസാരിച്ചത്. അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞു നിങ്ങളെപ്പോഴാണ് ഭക്ഷണം എപ്പോഴാണ് കഴിച്ചത്? ഞാൻ ഭക്ഷണം കുറേ നേരം കഴിച്ചിട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞു സ്വാമീനെ വിളിച്ചിട്ട് പറഞ്ഞു അവർക്ക് അലുവ കൊടുക്കാൻ പറഞ്ഞു. അപ്പം അവർ ആത്ത് വിട്ടു ഒരു അലുവ ഉണ്ട് വലിയൊരു പാത്രത്തിൽ. നമ്മളൊരാൾ തിന്നാൽ തീരില്ല, ഒരു 500 അലുവ ഉണ്ടാവും. കാരണം അവർ റവയിൽ ഉണ്ടാക്കുന്നതാണ്, ഡെലീഷ്യസ് ഫുഡാണ്. അണ്ടിപ്പരിപ്പ്, മുന്തിരി, എല്ലാ ഫ്രൂട്ട്സ് ഇതെല്ലാം ഇട്ടിട്ടുണ്ടാക്കിയ ഒരു അലുവ. ആ അലുവ അദ്ദേഹത്തിന് മുമ്പിൽ ഇരുന്നിട്ട് തിന്നേണ്ടി വന്നു. ഇത് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ കഴിക്കില്ല എന്താ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം വീണ്ടും സംസാരിച്ചിരുന്നു. പിന്നെ പറയുന്നത് എൻ്റെ പാസ്റ്റാണ്, അതെല്ലാം അദ്ദേഹം പറഞ്ഞു. ഞാൻ അതിശയിച്ചു, ഇതെങ്ങനെ ഇദ്ദേഹം പറയുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിച്ചു എപ്പോഴാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സ്വാമി ഞാൻ ആർട്ടിസ്റ്റാണ്, ഞാൻ സ്വാമി അല്ല. ഞാൻ കാവ്യായിരുന്നു എടുത്ത്. അപ്പോൾ എന്നോട് പറഞ്ഞു നിങ്ങളെ കണ്ടപ്പോഴേ എനിക്കറിയാം നിങ്ങൾ സ്വാമി അല്ലാന്നുണ്ടെന്നാണ്. അപ്പോൾ അതൊരു അത്ഭുതം. കാരണം അവർ നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിലും ഒറ്റ നോട്ടത്തിൽ അവർ തിരിച്ചറിയുന്നുണ്ട്, മുഖലക്ഷണം പറയും, അവർക്കറിയാം. അത് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് അപ്പോൾ എങ്ങനെയോ ഞാൻ അവിടുന്ന് ഊരിപ്പോകുമെന്ന് പറയും. കാരണം അദ്ദേഹം ഇരുന്ന് സംസാരിച്ചാൽ എത്ര വേണമെങ്കിൽ സംസാരിക്കും. അപ്പോഴേക്കും 2 മണിക്കൂറിനടുത്ത് ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിരുന്നിട്ടുണ്ട്.